അൽഹംദുലില്ലാ ഓതുന്നു പ്രാണൻ ഈ ജന്മസൂനം. രാഷ്ട്രീയ പ്രസ്ഥാനം എന്നല്ല, ഒരാളുകളും നമ്മളെ സഹായിക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് അവസരം തരുന്നോ നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോഴാണല്ലോ നമ്മൾ അതിനെ ഭയക്കേണ്ടത്. ചേരും വരെ നിൻ ആളുകൾക്ക് സന്തോഷവും സമാധാനവും കൊടുക്കുന്ന എല്ലാ മൂമെന്റുകളും നല്ലതാണ്. ധൂമങ്ങളായേ പാറുന്നിതാ ഞാൻ. അങ്ങനെ എല്ലാവരും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലെ കുത്ത് ഒത്തിരി കുറയും. അതൊത്തിരി ടോളറൻസ് ഉണ്ടായാൽ മതി. അതിരഴാമുകിലെ നിന്നുപബോധമാത്രയിൽ ജലതാളമാർന്നൊരീ ഹൃദയം. സംഗീതം കൊണ്ട് ഒരുപാട് കഥകൾ പറയുന്ന, സംഗീതത്തിലൂടെ നിലപാട് പറയുന്ന, രാഷ്ട്രീയം പറയുന്ന സുദീപ് പാൽനാറാണ് നമ്മോടൊപ്പം. വെൽക്കം ചേട്ടാ. നമസ്കാരം. ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ പുറത്തിറങ്ങുകയാണ്. അത് ആ സമയത്ത് ക്യാമ്പസുകളൊക്കെ ഏറ്റെടുത്തു, പലരുടെയും സ്റ്റാറ്റസും DP ഒക്കെ ആയി മാറി. ലാസ്റ്റ് ആ ഒരു ജനറേഷൻ മൊത്തത്തിൽ ഈ പ്രണയനഷ്ടത്തിൻ്റെ വേദനയൊക്കെ അറിയിച്ചതിന് ശേഷം ആണ് ആ പാട്ട് ഭയങ്കര വൈറലായി മാറുന്നത്. ചാരുലതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ചാരുലതയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ചാരുലത ആക്ച്വലി ആ ചാരുലതയ്ക്ക് മുന്നേ ചെയ്തത് ബാലയാണ്. ബാല ഒരു ഭയങ്കര ഹാപ്പി ഒരു സെലിബ്രേഷൻ മൂഡിൽ അതിന് തൊട്ട് മുന്നത്തെ വർഷം റിലീസ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ബാലയെ കണ്ടിട്ടാണ് തോന്നുന്നു ഒരു ഫിലിമിലേക്ക് വേണ്ടി ആണ് ഒരു ടീം അപ്രോച്ച് ചെയ്തത്. അവർക്ക് വേണ്ടി ചെയ്ത ഒരു കവിതയായിരുന്നു ആക്ച്വലി അതിരഴാമുകിലെ എന്ന് പറയുന്ന ഒരു സോങ്. അപ്പോൾ അതൊരു സിനിമയ്ക്ക് വേണ്ടി സന്ദർഭം പറഞ്ഞ് അതിനനുസരിച്ച് ശ്രുതി ശരണ്യം അതിൻ്റെ വരികൾ എഴുതി ആ സിനിമയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത്. ബാലയിൽ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് പറയുകയാണ്, ഇതേ പാട്ട് റെഫറൻസായി തന്നുകൊണ്ട് ഇത് മുന്നേ റിലീസ് ചെയ്തൊരു പാട്ടാണ്, ഇതേ റെഫറൻസിൽ വേറൊരു പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ടീം സമീപിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഈ പാട്ട് വേറൊരു പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അറിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്വാഭാവികമായിട്ടും വിഷമം തോന്നുമല്ലോ, കാരണം നമ്മളോട് അപ്രോച്ച് ചെയ്ത ടീം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വാശി വന്നു, എന്നാൽ നമുക്ക് എന്തായാലും ഇതൊരു ഇൻഡിപെൻഡൻറ്റ് സോങ് ആയിട്ട് ഇറക്കാമല്ലോ, ഈ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇറക്കണം എന്നുള്ളൊരു വാശിയിൽ അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതിനെ ചാരുലത എന്ന് പേര് വന്നു. ആദ്യം നമ്മൾ വേറൊരു സബ്ജക്റ്റാണ് ആലോചിച്ചത്. പിന്നെ ആ സബ്ജക്റ്റിൽ നിന്ന് സത്യജിത്രയുടെ ഒരു ചാരുലതയുടെ ഒരു ഇൻസ്പിറേഷനിലൊരു പ്രൊജക്റ്റ് ചെയ്യാം എന്നൊരു തോട്ടിലേക്ക് വരുന്നു. പിന്നെ അതിലേക്ക് ഈ പറയുന്ന പാർവതി മേനോൻ ചാരുലതയായി വരുന്നു, BK ഹരിനാരായണൻ വരുന്നു, ബിജിയേട്ടൻ വരുന്നു. അത് പിന്നെ ഒരു ജേണി ആയിരുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ ആ പാട്ടിനോടുള്ളൊരു ഇഷ്ടവും അത് ഇങ്ങനെ നമുക്ക് ആ പാട്ട് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വിഷമം സംഭവിച്ചതിൽ നിന്നുള്ളൊരു വാശിയും ഒക്കെ അങ്ങനെ ചാരുലതയിലേക്ക് എത്തി. ഒരു 2 പാടാൻ പിന്നെ അതിരഴാമുകിലെ നിന്നുപബോധമാത്രയിൽ ജലതാളമാർന്നൊരീ ഹൃദയം. അതിലെഴും ലഹരികൾ അതിഗൂഢമോരോരോ അണുവിലും പടരുന്ന വേഗം. അറിയില്ല ഞാനെത്ര നീയായി മാറിയെന്നരികെ ഏകാകിയാം ഗ്രീഷ്മം. പറയില്ല രാവെത്ര നിന്നെയോർത്തോർത്തു ഞാൻ പുലരുവോളം മിഴിവാർത്തു. 2025 കടന്നു പോകുന്നത് ഒരു വലിയൊരു മിഷൻ, കുറേ നാളുകളായിട്ടുണ്ടായിരുന്നൊരു ആഗ്രഹം പൂർത്തിയായ ഒരു വർഷമാണ്. അതായത് ചിലനേരത്ത് എന്ന പാട്ട് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച ഒരാൾ നഷ്ടപ്പെട്ടത് ഇതേ വർഷമാണ്. എന്തുമാത്രം സ്പെഷ്യലായിരുന്നു PJ ചന്ദ്രൻ? മിസ് ചെയ്യുന്നില്ലേ പുള്ളി? ഓരോ മൊമെൻറ്റിലും മിസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യില്ല. അതിപ്പോൾ ഈ ചില നേരത്തെ ഇറങ്ങിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെന്നും നമുക്ക് കാലങ്ങളായിട്ട് മഹാരഥന്മാർ ചെയ്ത പാട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നമുക്കുണ്ട്. അപ്പോൾ പാട്ട് ഒരിക്കലും മിസ് ചെയ്യില്ല. അദ്ദേഹത്തിന് നമുക്ക് ഓരോ, കാരണം അത്രയും ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിലേക്ക് എത്തിയ ഒരാളാണ്. എൻ്റെ ആദ്യത്തെ സിനിമയിൽ, ആ സിനിമ റിലീസ് ചെയ്തിട്ടില്ല, പക്ഷേ ആദ്യത്തെ സിനിമയിൽ എൻ്റെ ആദ്യത്തെ പാട്ട് അദ്ദേഹമാണ് പാടിയത്. ആ പാട്ടാണ് ചിലനേരത്ത്. അപ്പോൾ അതിന് ശേഷം രണ്ടാമത് വന്ന സിനിമയിലും ശിഖാമണി എന്ന് പറയുന്ന സിനിമയിലും
ഒരു ഫോക്ക് സോങ് അദ്ദേഹം കിഴക്കൻ മലയിലെ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. അപ്പോൾ അന്നൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മഹാഗായകൻ നമുക്കൊന്നും ഒരിക്കലും അടുക്കാൻ പറ്റാത്ത, കാരണം പൊതുവേ എന്താ പറയുക ഇൻഡസ്ട്രിയിൽ വളരെ എന്താ പറയുക എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒന്നും കൂസാത്ത ഒരു ധീരനായ ഗായകനായിട്ടാണ് നമ്മൾ ജയചന്ദ്രനെ വിലയിരുത്തുക. അപ്പം അങ്ങനെ ഒരാളിലേക്ക് ഒരു അടുപ്പം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ജയചന്ദ്രൻ എന്ന് പറയുന്നത് നമുക്ക് ദൂരെ ഇങ്ങനെ ഒരു ദൈവതുല്യനായിട്ട്, ഞാൻ പറയുകയാണെങ്കിൽ ശബ്ദത്തിൻ്റെ ദേവനായിട്ട് നമുക്ക് കാണാം. അത്രയും ഭാവഗായകനായിട്ട് കാണുന്ന ഒരാളിലേക്ക് എങ്ങനെയോ എടുത്തു. വളരെ യാദൃശ്ചികമായിട്ടൊരു പാട്ട് ചെയ്തു. ആ പാട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ ആദ്യത്തെ പാട്ടിൽ ഞങ്ങൾ തമ്മിൽ സത്യം പറഞ്ഞ അഭിപ്രായ വ്യത്യാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ നമ്മളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലാണ് അദ്ദേഹം. അപ്പം ഞാനാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ തിരിച്ച് അങ്ങോട്ടും നന്നായി ഡിഫെൻഡ് ചെയ്തു. അങ്ങനെ വളരെ ഫ്രിക്ഷൻ ആയിരുന്നു ആദ്യത്തെ റെക്കോർഡിങ്. പക്ഷെ ആ ഒരു റെക്കോർഡിങ്ങിന് ശേഷം എന്തോ എനിക്ക് തോന്നുന്നു, ഒന്ന് ഞാൻ ജനിച്ച് വളർന്ന ആ ഒരു വള്ളുവനാടൻ ഗ്രാമം തിരുമാന്താംകുന്ന് അമ്പലത്തിനൊക്കെ അടുത്ത, അത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഒന്ന് അതായിരിക്കാം. പിന്നെ രണ്ട്, ഞാൻ കഥകളി സംഗീത കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ കഥകളി പദത്തിനോടൊക്കെ പിന്നെ മേളത്തിനോടൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനും തായമ്പക പഠിച്ചൊരു ആളാണ്. അപ്പോൾ ഇത്തരം കോൺവെർസേഷനുകളിലൂടെയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളിലേക്ക് കയറാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ ഉള്ളിലേക്കും പേഴ്സണലി കയറാനുള്ളൊരു നിയോഗം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ബന്ധമാണ്. പിന്നീട് എൻ്റെ ഒരു 7-8 പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അതിലെല്ലാ പാട്ടുകളും റിലീസ് ചെയ്തപ്പോഴും ഈ ആദ്യം പാടിയ പാട്ട് മാത്രം പെട്ടിയിൽ കിടന്നു. ജയേട്ടൻ എപ്പോൾ കാണുമ്പോഴും, ജയേട്ടൻ ഓരോ തവണ ഞങ്ങൾ കാണുമ്പോഴും ഓരോ തവണ സംസാരിക്കുമ്പോഴും പറയും, ആ ചില നേരത്തെ എന്താടോ അതെന്ന് ചോദിക്കും. അതിൻ്റെ ആളുകളെ ഞാൻ വിളിച്ച് പറയണോ എന്നൊക്കെ, അങ്ങനെ അത്രയധികം താല്പര്യം കാണിച്ചിരുന്നൊരു പാട്ടാണ് അത്. ജയേട്ടൻ്റെ കൂടെ പാടിയ കുട്ടി അതെ മഞ്ചരി, അന്നത് പാടുന്ന സമയത്ത് ആ കുട്ടി സ്കൂളിൽ പഠിക്കുക. ഇപ്പം ആ കുട്ടി വിവാഹിതയായി, ആ കുട്ടി അഡ്വക്കേറ്റായി, ഭക്തിഗാനമൊക്കെ പാടുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ ആ കുട്ടിയുമായിട്ടാണ് ഇതിൻ്റെ റിലീസിന് വന്നത്. അപ്പോൾ അത്രയും കാലങ്ങൾക്ക് ശേഷം അത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അന്നും അതും ഈ പറഞ്ഞ ജയേട്ടൻ പറഞ്ഞു, ആ കുട്ടി എന്ത് അസലായിട്ടാണ് പാടിയത്, ഇതിന് വേറൊരു പാട്ടുകാരെ കൊണ്ട് പാടിക്കണ്ട, ആ കുട്ടിക്കൊരു അവസരം കൊടുക്കുന്നൊക്കെ. അങ്ങനെ ഇതിൻ്റെ ത്രൂ ഔട്ട് വളരെ താല്പര്യത്തോടുകൂടി ഇടപെട്ടൊരു പാട്ടായിരുന്നു. പക്ഷേ അതെന്തോ അദ്ദേഹത്തിന് അത് നേരിട്ട് കേൾക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. എങ്കിൽ പോലും അത് റിലീസ് ചെയ്തു 2025. ശലഭങ്ങൾ മാറി വരുമ്പോൾ നാം ഒന്നായി ചേർന്നലിയുമ്പോൾ അലയാഴിയിൽ പെയ്യും മഴതൻ ചന്തം. സ്വപ്നങ്ങൾ തളിരണിയുമ്പോൾ മോഹങ്ങൾ കുളിരണിയുമ്പോൾ അരികെ വന്നണയും കുഞ്ഞു വസന്തം. ചില നേരത്ത് മഴ ചാറുമ്പോൾ ചൂടേറും കുളിരല്ലേ പെണ്ണേ. 2025 അതുപോലെ തന്നെ വേറെ മൈൽ സ്റ്റോൺസ് കൂടെ ബ്രേക്ക് ചെയ്ത വർഷമാണ്. അതായത് ഇപ്പോൾ സഖി വർക്ക് അത് ഡയറക്റ്റ് ചെയ്തു. പിന്നെ സർവ്വമായുള്ള ഒരു ക്യാമിയോ അപ്പിയറൻസ്. അതെങ്ങനെയായിരുന്നു? അല്ലാതെ ഈ വേർപാടിൻ്റെ വേദന അവിടെ നിർത്തിക്കൊണ്ട് തന്നെ 2025 എങ്ങനെ നോക്കിക്കാണുന്നു? 2025 പൊതുവെ എനിക്ക് കുറച്ച് പരീക്ഷണങ്ങളുടെ വർഷങ്ങളായിരുന്നു. കാരണം ബാൻഡിലാണെന്നുണ്ടെങ്കിലും ഞാൻ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ച 1-2 വെന്യൂകൾ, വലിയ സ്റ്റേജുകളിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് ഒരു 2025 അതുപോലെ സഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും യാദൃശ്ചികതയാണ്. അതല്ല അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സമ്മാനം എന്ന് പറയാം. എൻ്റെ കൂടെ ത്രൂ ഔട്ട് ബാൻഡിൽ വർക്ക് ചെയ്യുന്ന ഭദ്രയ്ക്ക് ഇങ്ങനൊരു മ്യൂസിക്, അവൾ സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്ത പ്രൊജക്റ്റ്, അവൾ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്തൊരു പ്രൊജക്റ്റ് വിഷ്വലി ചെയ്യാൻ കുറേ സ്ഥലങ്ങളിൽ അന്വേഷിക്കണം. എല്ലാ കാര്യവും എന്നോട് സംസാരിക്കും, ഷെയർ ചെയ്യാറുണ്ട് ഭദ്ര. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സബ്ജക്റ്റും ഇതൊക്കെ കേട്ടു. അങ്ങനെ കേട്ടിട്ട് എത്രയായിട്ടും 1 വർഷമായിട്ട് ആ പ്രൊജക്റ്റ് ഓണാവാതെ ഇരുന്നപ്പോൾ ഈ ചില നേരത്ത് റിലീസ് ചെയ്ത ദിവസം ഞങ്ങൾ ഒന്നിച്ച് ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുത്താ, നിൻ്റെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി. അതായത് ഭദ്രയുടെ ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ആ പാട്ട് ചെയ്തേക്കണത്. ഭദ്രയുടെ ചേച്ചിയും തമ്മിലുള്ള ഒരു ഇൻറ്റിമേറ്റ് സൗഹൃദമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കാലങ്ങളായിട്ട് ആ ഫാമിലിയുമായിട്ട്, ഭദ്രയായിട്ടും ഭദ്രയുടെ രക്ഷിതാക്കളായിട്ടും ഭർത്താവായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് എനിക്ക് വളരെ അടുപ്പാണ്. അപ്പോൾ ആ കഥകളൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ ആക്ച്വലി ഒന്നും ചെയ്തില്ല. ഭദ്രയുടെ ആ ഫാമിലി, അവളുടെ ഉള്ളിലുള്ള ആ സ്റ്റോറി അതുപോലെ അവൾക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്ത്. അപ്പോൾ അവൾ അതിൽ ലോക്കായി. ഭദ്ര പറഞ്ഞു എനിക്കിത് മതി. ദിവ്യാസയറെ കൊണ്ടുവരണം എന്നുള്ളത് അതൊക്കെ വളരെ, എനിക്ക് തോന്നുന്നു ഷൂട്ടിങ്ങിൻ്റെ 2 ദിവസം മുമ്പാണ് ദിവ്യാസയറിലേക്ക് എത്തുന്നത്. കാരണം ഞങ്ങൾക്ക് ആ ചേച്ചിയായിട്ട് അഭിനയിക്കാൻ, ഭദ്രയുടെ ചേച്ചിയും വെച്ച് ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചത്. അപ്പോൾ ചേച്ചി വിഷ്വലിൽ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ചേച്ചിയായിട്ട് ഒരാൾ വേണം. അങ്ങനെ ഞങ്ങൾ കുറേ അന്വേഷിച്ചപ്പോൾ പിന്നെ ഒരു എഴുത്തുകാരിയുടെ കഥയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന അങ്ങനെ അന്വേഷിച്ചിട്ടാണ്
ദിവ്യ എസ് അയ്യർ പറ്റുമോ എന്ന് ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു. അപ്പോൾ ഭദ്ര ഓക്കെ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വരുന്നത്. ഷൂട്ടിൻ്റെ കൃത്യം പറഞ്ഞാൽ 2-3 ദിവസം മുമ്പാണ് ഇന്നാവുന്നതും എല്ലാ പ്ലാനിങ് നടക്കുന്നതൊക്കെ. അപ്പോൾ അത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഈ ഒരു സബ്ജക്റ്റ് അവൾക്ക് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു സംവിധായകനെ കൊണ്ട് ചെയ്യിപ്പിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നിലേക്ക് എത്താതെ അവസാനം ഞാനങ്ങ് ചെയ്യേണ്ടി വന്നതാണ്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഈ ബാലയെ ചെയ്യുമ്പോഴും ചാരലത എൻ്റെ എല്ലാ മ്യൂസിക് വീഡിയോസിലും വെറുതെ മ്യൂസിക് ചെയ്തിരിക്കാറില്ല. ഞാൻ എല്ലാത്തിലും ത്രൂ ഔട്ട് ഉണ്ടാവും. എന്താ പറയുക, ചില സമയത്ത് ഇന്റർഫിയർ ചെയ്യും, ചില സമയത്ത് ഡയറക്ടറായിട്ട് തർക്കിക്കും. അപ്പം എന്താ വെച്ചാൽ ആ ഒരു ഏരിയ എനിക്ക് സുപരിചിതമാണ്. അപ്പം ആ ഒരു ധൈര്യം വെച്ച് എന്തായെന്നൊന്നും എനിക്കറിയില്ല, ഭദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. സർവ്വമായയിലെ ക്യാമിയോയെ കുറിച്ച്. സർവ്വമായയുടെ ക്യാമിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള 2 പേരാണ് അതിൻ്റെ നിർമ്മാതാക്കൾ. ഞങ്ങൾ ഒന്നിച്ച് കുറേ പ്രൊജക്റ്റുകൾ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട്. പിന്നെ അഖിൽ, ഒബ്വിയസ്ലി അഖിലും അതിൻ്റെ ഡയറക്ടർ അഖിൽ സത്യനും അതിൻ്റെ മ്യൂസിക് ചെയ്യുന്ന ജസ്റ്റിനും കൂടിയിട്ട് അതിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ മുന്നേ സ്ക്രിപ്റ്റിംഗ് സമയം മുതലേ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല. ഇതൊരു ദിവസം പെട്ടെന്ന് വിളിച്ചാണ്. അതിനകത്തൊരു സ്റ്റേജ് ഷോ പാടാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ച് വിളിച്ചു. അപ്പോൾ അജയേട്ടനും രാജീവേട്ടനും അവർ ആണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഫയർഫ്ലൈ മൂവീസ്. അപ്പോൾ അവർ വിളിക്കുമ്പോൾ എനിക്ക് നോ എന്ന് പറയാനും പറ്റില്ല. ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. അതൊരു ഫസ്റ്റ് വിഷലാവെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതെനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ആരെ കൊണ്ടെങ്കിലും പാടിക്കായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം എനിക്ക് പൊതുവെ ക്യാമറയുടെ മുമ്പിൽ അങ്ങനെ വലിയ ധൈര്യമില്ലാത്ത ആളാണ്. ഇതിന് മുന്നേയും ഇതുപോലെ പല ആളുകളും ഇങ്ങനെ ചോദിച്ചപ്പോഴൊക്കെ നോ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. ഇത് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് പെട്ടുപോയതാണ്. കഥകളിയുടെ ഒരു വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അച്ഛനും ദീപ ചേച്ചിയും എത്രമാത്രം ചേട്ടൻ്റെ മ്യൂസിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അവരാണ് എൻ്റെ മ്യൂസിക് എന്ന് പറയാം. കാരണം നമ്മൾ ജനിച്ച് വീഴുന്ന ഒരു ഫാമിലി, ഒരു മ്യൂസിക് ഫാമിലി ആവുന്നത് തന്നെ നമ്മുടെ ആദ്യത്തെ ഭാഗ്യം. പിന്നെ ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ കേൾക്കുന്നത് അച്ഛനിങ്ങനെ പ്രോഗ്രാമിന് പോകുന്നതും അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നതും എൻ്റെ ചേച്ചിയെ പഠിപ്പിക്കുന്നതും. എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് ഞാൻ ക്ലാസ്സിൽ ഇരുന്നിട്ടേ ഇല്ലയെന്ന്. ഞാൻ അങ്ങനെ പാട്ട് പഠിക്കാനിരുന്നിട്ടില്ല. എൻ്റെ പഠനം മുഴുവൻ അച്ഛൻ ഓരോരുത്തരെ പഠിപ്പിക്കുന്നത്, എസ്പെഷ്യലി ചേച്ചിയെ പഠിപ്പിക്കുന്നത് കേട്ടിട്ടാണ് എൻ്റെ പഠനം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെയും ഓപ്പോൾ എന്നാണ് ഞാൻ വിളിക്കുക, ഇവരുടെ 2 പേരുടെയും അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവ് എന്നിലേക്ക് കിട്ടിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മയും അതെ. അമ്മ ഏറ്റവും അധികം എൻ്റെ ഏറ്റവും അധികം എന്നെ ഇൻസ്പയർ ചെയ്ത് അല്ലെങ്കിൽ മോട്ടിവേഷൻ ചെയ്യുന്നത് അമ്മയാണ്. കാരണം എല്ലാ ഈ കഥകളിപ്പദത്തിനും ക്ലാസിക്കലിനും അപ്പുറം എല്ലാ മ്യൂസിക്കുകൾ കേൾപ്പിക്കുന്നത്, കലോത്സവത്തിനൊക്കെ കൊണ്ടുപോകുന്നത്, അങ്ങനെ എൻ്റെ ത്രൂ ഔട്ട് എൻ്റെ മ്യൂസിക് ജേണി വളർത്തിയെടുക്കുന്ന അമ്മയും കൂടിയാണ്. അപ്പോൾ അവർ 3 പേരും തന്നെയാണ് ഉറപ്പായിട്ടും. കഥകളിപ്പദം അല്ലെങ്കിൽ ഒരു വലിയൊരു റിച്ച് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരാൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് വരികയാണ്, അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിപ്പോൾ ആദ്യം മുതലേ എനിക്ക് തോന്നുന്നു ഭാഗ്യവശാൽ എൻ്റെ ഫാമിലി എല്ലാവരും അങ്ങനെ അതിനെക്കുറിച്ചിട്ടൊരു ആശങ്ക, ആകെയുള്ളൊരു പ്രശ്നം ഇതിൻ്റെ ഒരു അനിശ്ചിതത്വത്തിനെ കുറിച്ച് മാത്രമേ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളൂ. ഇത് എവിടെ എത്തും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ബേസിക്കലി ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും ശരി, സിസ്റ്റർ ആണെങ്കിലൊക്കെ ശരി, ഇവരൊക്കെ മ്യൂസിക്കൽ ഫീൽഡിൽ ഉണ്ടെങ്കിൽ അവർ പാരലലി ടീച്ചേഴ്സുമാണ്, സ്കൂളിലെ ടീച്ചേഴ്സാണ്. അപ്പോൾ അവർ സാമ്പത്തികമാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ സംഭവം. അത് അവർ വളരെയധികം സേഫായിട്ട് കൊണ്ടുപോയിരുന്നൊരു ഫാമിലിയാണ്. പാരലി രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ മാത്രമാണ് ഫുൾ ടൈം ഇതിലേക്ക്. അപ്പോൾ ആ ഒരു ചർച്ച മതി, ഇത് ഫിനാൻഷ്യലി എങ്ങനെ സെക്യൂർഡ് ആവും അല്ലെങ്കിൽ. പക്ഷേ എന്നാൽ പോലും എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രഷറോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ അങ്ങനത്തെ ഒന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഒരു പക്ഷേ അവർക്ക് ഈ ഇൻഡസ്ട്രി അറിയുന്നത് കൊണ്ട് അല്ലെങ്കിൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ആഴത്തിൽ പോകേണ്ട ഒരു ഏരിയ ആണെന്ന് അറിയുന്നതുകൊണ്ടായിരിക്കും ആ ഒരു സ്പേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെന്ന വഴികളിലെല്ലാം സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ മ്യൂസിക് അംഗീകരിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇത് അടുത്ത ഇന്നൊരു സാധനം ലേൺ ചെയ്യണം കുറച്ചും കൂടി ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ശ്രുതി ശരണ്യത്തിൻ്റെ കൂടെയുള്ള ജേണി എനിക്ക് ഭയങ്കര എൻ്റെ മ്യൂസിക്കൽ തോട്ടിനെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഷാനവാസ്കയാണ് എന്നെ സിനിമാ സംഗീതം, ഞാൻ എപ്പോഴും പറയാറുണ്ടത്, ഒരു വെറുതെ പാട്ട് എന്ന് വിചാരിച്ചിരുന്നവർ എന്നെ എങ്ങനെ വിഷ്വലിൽ മ്യൂസിക് അപ്ലൈ ചെയ്യാനുള്ളൊരു സാധനങ്ങളും റെഫറൻസൊക്കെ കാണിച്ചെന്ന് എന്നെ അങ്ങനെ മോൾഡ് ചെയ്തെടുത്തത് ഷാനൊക്കെയാണ്. ഷിബു സാറാണ് എൻ്റെ ഒരു ഗോഡ് ഫാദർ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് അച്ഛനെന്നോ സുഹൃത്തെന്നോ എന്താ വിളിക്കാണ്ടെന്ന് അറിയാത്തൊരു അദ്ദേഹമാണ് അത്. കാരണം അദ്ദേഹം എല്ലാ രീതിയിലും എന്നെ എന്നും ഇന്നലെ കൂടി എന്ന് പറയാം, എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേര് ഉണ്ടായതായിരിക്കാം. ചേട്ടനൊരു മ്യൂസിക്കൽ ജേണി നോക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട്, ഇപ്പോൾ നമ്മൾ ബാൻഡ് മ്യൂസിക് ആയിക്കോട്ടെ, അല്ലാണ്ട് കഥകളിപ്പദങ്ങൾ അങ്ങനെ തുടങ്ങി നോക്കുമ്പോൾ കഥകളിപ്പദം, തുള്ളൽ പാട്ട്, കളംപാട്ട്, കവിതകൾ, ഇങ്ങനെ ഒരു വലിയൊരു ജോണർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആ ജോണറിൽ കൂടി ഇങ്ങനെ മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഡൈവേഴ്സിറ്റി ചേട്ടൻ്റെ മ്യൂസിക്കിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ശീലമാണെന്നാണ് ഞാൻ എപ്പോഴും പറയാം. കാരണം എന്നോട് പല ആളുകളും പറയാറുണ്ട്, ഇപ്പം
ഈ പറഞ്ഞ മാതിരി കുറച്ച് പൊളിറ്റിക്കലായിട്ട് ആർട്ടിനെ കാണുന്ന സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, നിൻ്റെ പാട്ടുകൾക്ക് മൊത്തത്തിലൊരു കുറച്ച് വരേണ്യത ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിമർശിക്കാറുണ്ട്. അപ്പം ഞാനത് വളരെ ഹെൽത്തി ആയിട്ട് എടുക്കുമെങ്കിൽ പോലും എനിക്കറിയാം എൻ്റെ പാട്ടുകൾക്ക് കുറച്ച് വരേണ്യ സ്വഭാവം വിഷ്വലിലാണെങ്കിലും ഇതിനൊക്കെ വരാറുണ്ട്. ഞാനും അത് സ്വയം അനലൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ പിന്നെയും അത് വരുന്നതിൻ്റെ ഒരു കാരണം ഞാൻ വിചാരിക്കുന്നത് അതെൻ്റെ ശീലമാണ്. കാരണം ഞാൻ നമ്മൾ കണ്ടതും കേട്ടതുമാണല്ലോ നമ്മുടെ ശീലമായിട്ട് മാറുക. അപ്പം ഞാൻ കണ്ടത് കഥകളിപ്പദം, അമ്പലത്തിൽ നടക്കുന്ന കളമ്പാട്ട്, പിന്നെ അൽഹംദുലില്ലാ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ. അപ്പോൾ ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ല. എൻ്റെ ചുറ്റും എൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാണ് ഈ മ്യൂസിക്കുകളൊക്കെ. ഇപ്പോൾ തുള്ളൽ പാട്ടാണെങ്കിലും ശരി, എൻ്റെ വീട്ടിൽ ഓട്ടംതുള്ളൽ പഠിച്ച ആളുകളുണ്ടായിരുന്നു. ഞാൻ തുള്ളൽ പാട്ടുകൾ റെഗുലറായിട്ട് കേൾക്കുന്നുണ്ട്, കളമ്പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കേട്ട സാധനങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മളതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ തോട്ട് വരിക. ആ ഒരു സേഫ് സോണിന് ശേഷമാണല്ലോ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ. എൻ്റെ സത്യം പറഞ്ഞാൽ സേഫ് സോൺ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനിയും ഒരുപാട് എൻ്റെ ആ ഒരു ജോണറിൽപ്പെട്ട സാധനങ്ങൾ ഇനിയും എനിക്ക് കൊണ്ടുവരാനുണ്ട്. പക്ഷെ എന്നാൽ പോലും പുതിയ മേഖലകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ശീലം തന്നെയാണ്. കാരണം കേട്ട് വളർന്നത്, കണ്ട് വളർന്നത്, അത് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കൂടുതൽ ജനകീയമാക്കണം എന്നുള്ളൊരു തോട്ടും കൂടിയുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ഇപ്പോൾ കുറേ മാറി. പക്ഷെ അന്നൊക്കെ ഞാൻ ഈ തുടങ്ങുന്ന സമയത്തൊക്കെ ആ ഒരുപാട് റിച്ചാണ് ആ സംഗീതം പല രീതിയിലും. സാഹിത്യം വെച്ച് നോക്കുകയാണെങ്കിലും സംഗീതം വെച്ച് നോക്കുകയാണെങ്കിലും. അപ്പോൾ അതിന് ആ ഒരു കലയുടെ കീഴിൽ വരുമ്പോൾ ആ കല ആസ്വദിക്കാൻ വരുന്ന ഒരു പറ്റം ലിമിറ്റഡ് ക്രൗഡിന് മാത്രമേ ആ മ്യൂസിക് എത്തുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ മ്യൂസിക് ഭയങ്കര ക്വാളിറ്റി ഉള്ളതെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കോമൺ പീപ്പിളിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എത്താൻ അതിനെ കുറച്ച് ഈ ഒരു ഫ്ലേവറും കൂടിയും കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആവുമെന്നൊരു തോട്ടിൻ്റെ പുറത്താണ് അത് ശ്രമിച്ചത്. ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ട്, ചിലത് പാളിപ്പോയിട്ടുണ്ട്. ഈ കഥകളിപ്പദം പറയുമ്പോഴത്തേക്കും എൻ്റെ പേഴ്സണൽ ഒരു ഫേവറേറ്റ് ആണ് എന്തിഹ മന്മാനസ്യ. അത് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് വരുന്നത് കലാമണ്ഡലം ഹൈദരാബാദി സാറിൻ്റെ ഒരു റെൻഡേഷനാണ്. അതിന് തൊട്ട് താഴെ സുധീവേട്ടൻ്റെ ഒരു ചുമ്മാ കീബോർഡ് പിടിച്ച് അത് ആ ജാമിങ് സെഷൻ. അത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് രണ്ടുപേരും ഒന്ന് പാടാം. എന്തിഹ മന്മാനസേ സന്ദേഹം വളരുന്നു. എന്തിഹ മന്മാനസേ സന്ദേഹം വളരുന്നു. അങ്കേശനായ ഈ ഞാനെങ്ങു പിറന്നവനോ ഇങ്ങാരറിവു ഞാനാര് എങ്ങെൻ്റെ വംശമെങ്ങോ മാതാവ് രാധതാനോ താതൻ അധിരഥനോ ഹാ ദൈവമേ എൻ ജന്മദാതാക്കളാരോ കാണുമോ ഞാൻ അവരെയൊന്നു കാണുമോ ഞാൻ അവരെ കാണുകയില്ല എന്നോ കാണാതെ മരിക്കുവാനാണോ ശിരോലിഖിതം എന്തിഹ മന്മാനസേ. ബാലെ, ചിരുത അല്ലെങ്കിൽ ചാരുലത, മകൾ, വർക്കുകളെല്ലാം എടുക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു വുമൺ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, കാര്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിറ്ററേച്ചർ, ലിറിക്സ് വൈസ് അത് മിക്ക വർക്കുകളിൽ ഋത്വ വർക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ തരൂലായിക്കോട്ടെ, ഇതിലെല്ലാത്തിലും ആ ലിറ്ററേച്ചർ ഭയങ്കര റിച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വുമൺ പോയിന്റ് ഓഫ് വ്യൂവും പിന്നെ ഈ പറഞ്ഞ പോലെ ലിറ്ററേച്ചറിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അത് മനഃപൂർവ്വം അങ്ങനെ തന്നെ ഇൻറ്റൻഷനലി ചെയ്യുന്നതാണോ? അതൊരു ടീം വർക്കാണ് ബേസിക്കലി. അപ്പോൾ
ബാലെ, മകൾ, ചാരുലത ഇതിൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം വരികൾ ശ്രുതി ശരണ്യാണ്. അപ്പോൾ ഋത്വ, ഇതൊക്കെ ശ്രുതി ശരണ്യാണ്. അപ്പോൾ ശ്രുതി ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പൊതുവേ അങ്ങനെ വളരെയധികം ലിറിക്സിൽ ആ ഒരു രീതിയിൽ പ്രകൃതി അല്ലെങ്കിൽ സ്ത്രീ പക്ഷമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ പാട്ടിന് ഇണങ്ങുന്ന രീതിയിൽ പാട്ടിൽ അപ്ലൈ ചെയ്യാൻ അറിയുന്ന ഒരാളുമാണ്. മ്യൂസിക്കലി നല്ല നോളജ് ഉള്ളതുകൊണ്ട് നമ്മളൊരു മീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൃത്യമായി അതിനെ കൊള്ളിക്കും. ആ പറയേണ്ട കണ്ടൻറ്റും കൊള്ളിക്കും, മീറ്ററും കൊള്ളിക്കും. അതിൽ ഭയങ്കര കഴിവാണ്. അത് വിഷ്വലൈസേഷനും പുള്ളിക്കാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു മ്യൂസിക് ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ മനസ്സിൽ ആ മ്യൂസിക് ചെയ്യുമ്പോൾ മനസ്സിൽ കാണുന്ന ഒരു വിഷ്വൽ കൊണ്ടുവരാൻ പറ്റിയതാണ് നമ്മൾ ഹാപ്പിയാണ്. അതിലൊരു 2 പടി മേലെ കൊണ്ടുവരാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള ആളാണ് ശ്രുതി ചേച്ചി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ അപ്പോൾ ഋത്വ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഋത്വയുടെ ഡയറക്ഷൻ ചെയ്തേക്കുന്നത് ജയശ്രീയാണ്. എന്നാൽ പോലും ജയശ്രീക്കും അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ടീമായിട്ട് മ്യൂസിക്കും ലിറിക്സും ചെയ്തു തരണം, എനിക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ വേണമെന്ന് ആൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. തരു ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ തരു ബേസിക്കലി ഹരിയേട്ടൻ്റെ BK ഹരിനാരായണൻ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ്. മാമരം എന്ന് പറയുന്ന ഒരു കവിതയാണ് നമ്മൾ പിന്നെ തരുവാക്കി മാറ്റുന്നത്. അതൊരു സ്കൂളിൻ്റെ പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ മുന്നേ ചെയ്തൊരു കവിതയായിരുന്നു, പരിസ്ഥിതി ദിനം അതായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഞങ്ങൾ ആ ഒരു കവിത ഒരു മ്യൂസിക്കലായിട്ട് ചെയ്യണം എന്നുള്ളൊരു സാധനം പ്ലാൻ ചെയ്യുകയും അങ്ങനെയാണ് ഈ തരു എന്നുള്ള പേര് നിർദ്ദേശിച്ചതും ഹരിയേട്ടനാണ്, ഇങ്ങനെ കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ അത് പക്കാ പ്രകൃതി, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കവിതയാണ്. കാരണം അത് ആ ഒരു ശരിക്കും ഒരു കുട്ടി വളരുന്ന പോലെയാണ് അദ്ദേഹം ഇതിനെ കാണിച്ചേക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കവിതയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം എനിക്ക് തോന്നുന്നു ആ എഴുത്തുകാരുടെ ഒരു ഉൾക്കാഴ്ചയുടെ അല്ലെങ്കിൽ വിഷൻ്റെ ഭാഗമായിട്ടും കൂടി ആയിരിക്കാം എനിക്ക് അങ്ങനത്തെ കാര്യം ചെയ്യാൻ പറ്റുന്നത്. ചില പ്രോജക്റ്റുകളിലൊക്കെ ഞാൻ അങ്ങനെ പറയാറുണ്ട് എനിക്ക് ഇന്നത് വേണമെന്നുള്ളത്. ചിലത് നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ വല്ലാണ്ട് അതിൽ കടന്ന് കയറേണ്ട ആവശ്യമില്ല. അത് ഈ കോമൺ ഫ്രണ്ട്സ് തന്നെയാണ് ആ ടീം എന്നുള്ളത് കൊണ്ടായിരിക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ പാട്ട് ചെയ്യൽ മാത്രമല്ലോ, അല്ലാതെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ തമ്മിലുള്ള ആ ഒരു വൈബ് കണക്റ്റ് ആവും. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അവർക്ക് മനസ്സിലാവും. അത് പുതിയൊരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും നിർബന്ധിക്കാറുണ്ട്. നമുക്ക് ഒരു യാത്ര പോയാലോ ഭക്ഷണം കഴിക്കാൻ പോയാലോ, കാരണം ആ യാത്രയിലോ ഭക്ഷണം കഴിക്കലോ ആണ് നമുക്ക് നമ്മളെന്താണെന്ന് അവർക്കും അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് സാധനം കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ കറക്റ്റ് സ്റ്റുഡിയോ കയറി ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന പരിപാടി നടക്കില്ല. ആ തരുവിൽ 2 വരി കൂടെ പഠിത്തരാം. ഓരോ ഋതുക്കളും പേര് കൊത്തും തടി കാലം വളർത്തിയ ശാഖി നന്മപ്പഴങ്ങളങ്ങിങ്ങതാ കായ്ക്കുന്നു കുഞ്ഞിക്കിളികൾ വരുന്നു മാമരമാകുവാൻ പിന്നെയും പോകണം പുലരേണമിനിയേറെ രാവ് തടമിട്ടു തണ്ണീരു പാകവേ മെല്ലതിൽ ഇമച്ചിമ്മിടും കുഞ്ഞു പൂവ് അകവേരെടുത്തത് മരമായി മാറുവാൻ പുലരേണമിനിയേറെ രാവ് പുലരേണമിനിയേറെ രാവ് പുലരേണമിനിയേറെ രാവ്. ഈ സൗഹൃദങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരാളാണ് തോന്നിയിട്ടുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രുതി ശരണ്യ മുതൽ ഭദ്ര ചേച്ചി, രമ്യ ചേച്ചി, അങ്ങനെ വലിയൊരു ഫ്രണ്ട് സർക്കിൾ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഗീതജ്ഞൻ കൂടെയാണ്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് വരുമ്പോഴേക്കും ഈ ആർട്ടിസ്റ്റ്, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? അതാണ് അതിൻ്റെ ഏറ്റവും കാതൽ. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഒരു പാട്ട് അല്ലെങ്കിൽ എന്തോ ആവട്ടെ, ഒരു തോട്ടും ആയിക്കോട്ടെ, ഇതുണ്ടാവുന്നത് ഒരാൾ ഒറ്റയ്ക്ക് ഒരിക്കലും നമുക്ക് അത് എപ്പോഴും ഷെയറിങ് കൊണ്ടാണ്. അത് സൗഹൃദം, പിന്നെ നമ്മൾ സംസാരിക്കുന്ന രീതികൾ, തോട്ട് ഷെയറിങ്, അതുപോലെ നമ്മൾ മ്യൂച്വൽ റെസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന റെസ്പെക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അടിയൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. ഞങ്ങൾ എല്ലാ വർക്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഫൈനലി നമ്മൾ ആഗ്രഹിക്കുന്ന ആ വർക്കിൻ്റെ നല്ല ഔട്ട്പുട്ട് ആയതുകൊണ്ട് ആ അടി നമ്മൾ പിന്നെ പിറ്റേ ദിവസം അത് റിലീസ് ചെയ്യുന്ന ദിവസം മറക്കും. പക്ഷേ ആ മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി ഉള്ള ഷെയറിങ്ങൾ, സൗഹൃദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഓർക്കസ്ട്രൽ ടീമാണെങ്കിലും ശരി, പ്രോഗ്രാമേഴ്സ് ആണെങ്കിലും ശരി, പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ശരി, സൗണ്ട് മിക്സിംഗ് ടീമാണെങ്കിലും ശരി, ഇവരെല്ലാം ഇത് എൻ്റെ ഒരു പാട്ടിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഈ ടീമുകളെല്ലാം എൻ്റെ കൂടെ ആദ്യം മുതൽ അവസാനം ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഒരു കൂട്ടായിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർട്ടിസ്റ്റുകൾ ഷഫിൾഡ് ആവും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പാട്ടുകളുടെ സൗണ്ടിങ് നമുക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 ഗിറ്റാറിസ്റ്റുകൾ സ്ഥിരം വായിക്കുന്നുണ്ടെങ്കിൽ
ആ ഗിറ്റാറിസ്റ്റിൻ്റെ സൗണ്ട് എനിക്ക് ഈ പാട്ടിലൊന്ന് മാറ്റിപ്പിടിക്കാം, ഒരു ഫ്രഷ് ടോൺ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു ഗിറ്റാറിസ്റ്റിനെ കൊണ്ടുവരും. പക്ഷേ അവളും അപ്പോഴും സൗഹൃദം ഉണ്ടായിരിക്കും. പിന്നെ പറ്റുമെങ്കിൽ മറ്റേ ആർട്ടിസ്റ്റിനെ ഏതെങ്കിലും രീതിയിൽ ഇതിൽ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കും. അപ്പോൾ ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിപ്പോൾ ഈവൻ ലൈവ് പെർഫോമൻസിലാണെങ്കിൽ അത് വളരെയധികം, കാരണം സ്റ്റേജിൽ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് പെർഫോം ചെയ്യില്ല. അപ്പോൾ അതൊരു കെമിസ്ട്രി, അത് നമ്മൾ തമ്മിലുള്ള. ഇപ്പം ഞാൻ എപ്പോഴും പറയും, എൻ്റെ രാമു, പിയാനോ വായിക്കുന്ന രാമുവിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ ഒന്നിങ്ങനെ നോക്കും കൂടിയും വേണ്ട. ഞാൻ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കും, വേടാ എനിക്ക് അടുത്തത് ഞാൻ ഇതാ പാടുന്നത്, ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ കാരണം എനിക്ക് ബാക്കിലാണ് രാമു മിക്കവാറും കീബോർഡിസ്റ്റ് ബാക്കിലുണ്ടാവുക. അപ്പോൾ എനിക്ക് നോക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. പക്ഷേ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അവൻ ആ സാധനം വായിച്ചിട്ടുണ്ടാവും. ഞാനത് വിചാരിക്കാറുണ്ട് എങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റോ അടുപ്പൊന്നുമില്ല. അത് ഓരോ ആർട്ടിസ്റ്റുകളായിട്ട് എനിക്ക് കുറവാണ്. പക്ഷേ അതാ ഒരു നമ്മൾ ഒന്നിച്ച് ശീലമായിരിക്കാം ഒന്ന്, പക്ഷേ നമ്മൾ കൃത്യമായിട്ടത് അവിടെ വീഴും ചില ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ. അപ്പോൾ അത് നവീനേട്ടൻ എനിക്ക് അങ്ങനെയാണ്, നമ്മുടെ കൂടെ വായിക്കുന്നത്. നവീനേട്ടൻ്റെ കസിൻ കൂടിയാണ്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഒന്നിച്ചുള്ളതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഒന്നിച്ച് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നൊരു സാധനം അങ്ങ് വരും, അത് എനിക്ക് അങ്ങോട്ടും കൊടുക്കാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു സിങ്ക് വർക്കാവുക എന്നുള്ളത് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് സൗഹൃദം വളരെയധികം ഹെൽപ്പ് ചെയ്യും. കരിയറിലും അങ്ങനെയല്ലേ? ഇപ്പോൾ സ്റ്റീഫൻ ദേവസി മുതൽ വിജി ബാലേട്ടൻ വരെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അതായത് ഔസേപ്പച്ചനിലേക്ക് കണക്ട് ചെയ്യുന്ന സ്റ്റീഫൻ ദേവസിയാണ് കേട്ടിട്ടുണ്ട്. പിന്നെ വിജി ബാലേട്ടനാണ് ഇപ്പോൾ ബാലയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ആണല്ലേ? കാരണം നമ്മളിപ്പോൾ പല സ്ഥലത്ത് നോക്കുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റ് തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ ഡെവലപ്മെന്റിന് വേണ്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? എനിക്ക് തോന്നുന്നത് ഞാൻ ഒരാളിൽ നിന്നും ഇത് പ്രതീക്ഷിക്കാറില്ല. അപ്പോൾ നമ്മളെ ഒരാളും സഹായിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല എപ്പോഴും. അതായത് എൻ്റെ അച്ഛൻ എന്നോട് ആദ്യം മുതലേ പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി വേറെ ആളുടെ അടുത്ത് പോയി ചോദിക്കുകയോ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുകയോ ചെയ്യരുത്. അതായത് സെൽഫ് മാർക്കറ്റിങ്ങിന് അഗെയിൻസ്റ്റ് ആണ് അച്ഛൻ. നമുക്ക് ഈ ഇൻഡസ്ട്രി ഇന്നത്തെ കാലം നമുക്ക് അറിയുന്നതുകൊണ്ട് ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ പോലും അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കാര്യത്തിന് വേണ്ടി വേറെ ആളുടെ അടുത്ത് പോയി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല, അത് അർഹിക്കുന്നതാണെങ്കിൽ ഇങ്ങോട്ട് വരും. ഈ സെയിം സാധനം സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ഡിസേർവ് ചെയ്യുന്നത് നമുക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പരിമിതികളും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചും കൂടി മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എന്നാൽ പോലും അത് ഫോളോ ചെയ്തതിൻ്റെ ഒരു ഗുണം ഈ പറഞ്ഞ പോലെ ബിജി ചേട്ടനായിട്ടും സ്റ്റീഫൻ ചേട്ടനായിട്ടും ഷിബു ചക്രവർത്തിയായിട്ടും ഇവരൊക്കെ നമ്മളെ എന്തുകൊണ്ടാണെന്നറിയില്ല നമ്മളെ ഒരു രീതിയിലും ഒരു ഇൻഹിബിഷനോ ജഡ്ജ്മെൻറ്റോ ഇല്ലാണ്ട് നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൈ പിടിച്ച് കൊണ്ടുപോകാന്ന് പറയില്ല, അങ്ങനെ ആദ്യം മുതലേ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ബിജി ചേട്ടൻ്റെ അന്നത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ബാല ഉണ്ടായത്, അതില്ലെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞതില്ലേ. അതുപോലെ സ്റ്റീഫൻ ചേട്ടൻ, ഞാൻ ഒരു ചാനലിൻ്റെ റിയാലിറ്റി ഷോയുടെ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് ഒരു എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ മ്യൂസിക്കാണ് താല്പര്യം, ആ ഒരു ഫോർട്ടേ ആണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നത്, അത് വേഗം നോക്കിക്കൂടെ, ചെന്നൈയിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ടൊന്നും അല്ലെങ്കിൽ പോലും ഞാൻ തീരുമാനിച്ചു എന്താ പറയുക ജോലി ഉപേക്ഷിച്ച് അങ്ങ് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നെ ഔസേപ്പച്ചൻ്റെ അടുത്തേക്ക് ആക്കിയത് സ്റ്റീഫൻ ചേട്ടനാണ്. എന്നാൽ സ്റ്റീഫൻ ചേട്ടൻ ഔസേപ്പച്ചൻ സാറോട് റെക്കമെൻഡ് ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ? വഴി പറഞ്ഞു തന്നു, ഇത് ഇന്ന സ്ഥലത്താണ് വീട്, ഇന്ന സ്ഥലത്ത് അവിടെ ഉണ്ടാവും, പോയി കണ്ടോളൂ, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലായി. അപ്പോൾ അത് ഓരോ നിയോഗങ്ങൾ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെ ഓരോ ബന്ധങ്ങളും അല്ലെങ്കിൽ ഓരോ സൗഹൃദങ്ങളും നമ്മുടെ പരിചയങ്ങളും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇങ്ങോട്ടോ അങ്ങോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇപ്പം നമ്മളെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ്? മീൻസ് അവരിപ്പം ജോബേട്ടൻ അടുത്ത സുഹൃത്താന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ജോബായിട്ടുള്ള സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, ചാനലിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് അന്ന് ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വന്ന സൂപ്പർ സ്റ്റാറിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ഞാനവിടെ പഠിക്കുക. അപ്പോൾ ഞങ്ങളുടെ സ്ക്രീനിങ് റൂമിൽ ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടത്ത് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് വന്ന ഒരു കാൻഡിഡേറ്റാണ് ജോബ്. അന്ന് തുടങ്ങിയ പരിചയം, അടുത്ത സീറ്റിലൊന്നിരുന്നു. അന്ന് തുടങ്ങിയതിന് ശേഷം പക്ഷെ അന്നൊന്നും അത്ര സൗഹൃദമില്ല. അതിനുശേഷം തൃശ്ശൂർ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ചേതനയിൽ പിയാനോ പഠിക്കാൻ വേണ്ടി കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു കാലത്താണ് ജോബായിട്ടുള്ള സൗഹൃദം. ജോബും ഞങ്ങളെ കണക്ട് ചെയ്യുന്നത് ഫുട്ബോളാണ്, അർജൻറ്റീന ടീമാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വേൾഡ് കപ്പ് കാണുകയും തൃശ്ശൂർ ടൗണിൽ അങ്ങനെ തുടങ്ങിയതാണ്. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ ഒരു അങ്ങനെ ഒരു നല്ല സുഹൃത്തുക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ പോലെ എപ്പോഴും വിളിക്കുകയോ ഞങ്ങളെപ്പോഴും കാണുകയോ അങ്ങനെയൊന്നുമില്ല. വളരെ റെയറായിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് ആശാൻ ഇഷ്ടമായ ആശാൻ ചിലപ്പോൾ എനിക്കൊരു മെസ്സേജ് അയക്കും, നീ ആശാൻ ഇഷ്ടമായില്ലെങ്കിൽ നമ്മൾ ആശാനോട് അങ്ങോട്ട് പറഞ്ഞാൽ പോലെ ആശാൻ ഷെയർ ചെയ്യില്ല. വളരെയധികം നിലപാടുള്ള ഒരാളാണ് ജോബ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഡിസ്കസ് ചെയ്യാറുണ്ട്. മ്യൂസിക്കിനെ കുറിച്ചും ഇൻഡിപെൻഡൻറ്റ് സെക്ടറിനെ കുറിച്ചിട്ടും ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടും ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്നാൽ രണ്ടുപേരുടെ വിഷനിൽ ഉറച്ച് നിൽക്കുന്ന ഒരാളാണ്.
എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും ഒരു കംഫർട്ടബിൾ സ്പേസാണ് ജോബിന് ഇങ്ങോട്ട് എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ജോബിന്, നമുക്കൊരു ടെൻഷൻ ഇരിക്കുന്ന സമയത്ത് ജോബിനോട് 2 വർത്താനം പറഞ്ഞാൽ എനിക്കൊരു സമാധാനം. അത് വളരെ റെയറായിട്ട് സംസാരിക്കാറുള്ളൂ എങ്കിൽ പോലും ആ സംസാരം ഒരുപാട് നീളാറുണ്ട്. ചേട്ടൻ്റെ വർക്കുകളിൽ പ്രധാനപ്പെട്ട ഒരു വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മകളാണ്. അപ്പോൾ അതിൽ വരികൾ ഭയങ്കര, ഇപ്പോൾ തമിഴാണെങ്കിൽ പോലും ഭയങ്കര രസമാണ് അതിൽ തമിഴ് ലിറിക്സിന്. അപ്പോൾ അതിൽ 2 പാടിത്തരാമോ? ഉൻ പാദം തൊട്ട് 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 പൂക്കും പൂവിടം, ഉൻ ശ്വാസത്തെன்றൽ തട്ടി തട്ടി പാടും തായിടം. നമ്മളിപ്പോൾ കപ്പ TV മാതൃഭൂമിയും മ്യൂസിക് മോജോ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസിന് എത്രമാത്രം അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്കൊരു പുഷ് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു ചേട്ടൻ തോന്നിയിട്ടുണ്ട്? ചേട്ടൻ്റെ പേഴ്സണൽ എന്തായാലും? ഉറപ്പായിട്ടും. ഇപ്പം ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് നമുക്കൊരാഗ്രഹം കോക്ക് സ്റ്റുഡിയോയിൽ പാടണം എന്ന് ഏതൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനും ആഗ്രഹിക്കുന്ന പോലെ നമ്മളുടെ കോക്ക് സ്റ്റുഡിയോ ആണല്ലോ മ്യൂസിക് മോജോ. അപ്പോൾ നമ്മളെപ്പോഴും മ്യൂസിക് മോജോ ഇപ്പോഴും പുതിയ മ്യൂസീഷ്യൻസ് ഒരുപാട് പേര് എല്ലാ ആഴ്ചയും എന്ന് പറഞ്ഞ പോലെ എനിക്ക് മെസ്സേജ് വരാറുണ്ട്, മോജോയിൽ പങ്കെടുക്കാൻ എന്താ ചെയ്യേണ്ടത്, എന്താ അപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ അത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അത് നല്ലൊരു പ്ലാറ്റ്ഫോമാണല്ലോ. കാരണം നമ്മൾ പെർഫോം ചെയ്യുന്നത് ഇത്രയും ക്വാളിറ്റിയിൽ, നല്ല ക്വാളിറ്റിയിൽ കാണിക്കുന്നൊരു ഇത്. അപ്പോൾ ശരിക്കും നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇൻഡസ്ട്രിയിലെ ഒരു റെവല്യൂഷനായിട്ടാണ് നമുക്കതിനെ മ്യൂസിക് മോജോനെ കാണണം. പിന്നെ അത് ഇനിയും സജീവമായിട്ട് ഒരു കോക്ക് സ്റ്റുഡിയോ വെല്ലുന്ന പോലെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബാല കേൾക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ അത് ആന്തം ഫോർ വുമൻഹുഡ് എന്ന് പറയുന്ന രീതിക്കാണ് ആ പാട്ട് ഇറക്കിയിരിക്കുന്നത്. നമ്മൾ ചുമ്മാ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് അതിൻ്റെ ലിറിക്സിനും അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഫീലിനും അങ്ങനെയുണ്ട് തോന്നുന്നുണ്ട്. അപ്പം ഈ ബാലയുടെ ആ പ്രോസസ് എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളെ ഓൺബോർഡ് ചെയ്ത പ്രോസസ് ഉണ്ട്. 6 ഡിഫറെൻറ്റ് ആർട്ട് ഫോംസിൽ നിന്നുള്ള ആൾക്കാർ, 6 ഡിഫറെൻറ്റ് ഫീമെയിൽ സിംഗേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ആ പ്രോസസ് എങ്ങനെയായിരുന്നു? അതായത് വിമൺ എംപവർമെൻറ്റിന് വേണ്ടി അന്ന് പ്ലാൻ ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നത്. ആളുകൾ വന്നതൊക്കെ ഭാഗ്യം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം ഇതായിരുന്നു. 6 നൃത്തരൂപങ്ങളിൽ നിന്നുള്ള അതിലത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും എക്സൽ ചെയ്യുന്ന ഒരാൾ വരണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പലരെയും പരിഗണിച്ചിരുന്നു. മനസ്സിൽ നമ്മൾ കാണുന്ന കുറേ പേര് ആലോചിക്കുമല്ലോ, അതിൽ ഈ ആളുകളാണ് താല്പര്യം പ്രകടിപ്പിച്ചു വന്നത്. അപ്പോൾ നമ്മൾ കുറേ പേര് അപ്രോച്ച് ചെയ്തിരുന്നു. അതുപോലെ പാട്ടുകാരും. അപ്പോൾ സുജാത ചേച്ചി വന്നു, രഞ്ജിനി ഗായത്രി വന്നു, കല്യാണി മാം വളരെ ഞങ്ങളെ വീട്ടിലൊക്കെ വിളിച്ച്, മാമിൻ്റെ വീട്ടിലാണ് റെക്കോർഡ് ചെയ്തത്, വിഷ്വലി ഷൂട്ട് ചെയ്തത് വീട്ടിലാണ്. മാം വളരെ വയ്യാതിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് സ്റ്റുഡിയോയിലേക്കൊക്കെ വന്നു. അവരുടെ മകനാണ് അറിയാം, രാജീവ് മേനോൻ, ഡയറക്ടർ, ക്യാമറമാൻ രാജീവ് മേനോൻ. അദ്ദേഹത്തിനൊക്കെ വിളിച്ച് പരിചയപ്പെടുത്തി. അങ്ങനെ ബോംബെക്ക് ചെയ്തു. അതെ, ഭയങ്കര നമ്മളെ ഒരു ഫാമിലി പോലെ കണ്ട, അങ്ങനെ അവരത്ര ഇൻട്രസ്റ്റ് ആണ് അതിൽ കാണിക്കുന്നില്ല, ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അങ്ങനെ ചെറിയ കുട്ടിയാണ്, ചെറിയ കുഞ്ഞു കുട്ടിയാണ്. ശബ്ദം ഭയങ്കര യൂണിക് അതിനകത്ത്. പിന്നെ കഥകളി പദത്തിൽ എനിക്ക് വേറെ എങ്ങോട്ടും പോകേണ്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ ആ വേർഷനിലാണെങ്കിലും ശരി, ഡാൻസിൻ്റെ വേർഷനാണെങ്കിലും ശരി, കപിലൊക്കെ എനിക്ക് ഞാൻ എന്താ പറയുക, കൂടിയാട്ടം അത്രയധികം ഫോളോ ചെയ്യുന്ന ആളല്ലെങ്കിൽ പോലും എനിക്ക് കപില എന്ന് പറയുന്ന അവരുടെ ഒരു എക്സ്പ്രഷനും കണ്ണും ഒക്കെ നമ്മൾ കുട്ടിക്കാലം മുതലേ ഇങ്ങനെ കൂടിയാട്ടം എന്ന് കേൾക്കുമ്പോൾ മുഖാണ് ഓർമ്മ വരിക. അപ്പോൾ അങ്ങനെ എല്ലാവരും, മീനാക്ഷി ശ്രീനിവാസൻ, എല്ലാവരും, അപ്പോൾ ഞാൻ പേരെടുത്ത് എല്ലാവരും പറയണം. അപ്പോൾ അവരെല്ലാവരും ഇതിൽ സഹകരിച്ചു എന്നുള്ളതാണ്. തയ്യാറായി സന്തോഷത്തോടു കൂടി ഇത്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ബിജിയേട്ടൻ്റെയും ഇവരുടെയൊക്കെ ഒരു പ്രസൻസ് ആയിരിക്കും അതിന് കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞങ്ങളുടെ ആദ്യത്തെ വർക്കാണ്. അപ്പം ഞങ്ങളെ അവർക്ക് ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്തായാലും. അല്ലെങ്കിൽ ആ പാട്ട് കേട്ട് അവർക്ക് തോന്നിയതാണ്. എന്തായാലും അങ്ങനെയാണ് സംഭവിച്ചത്. ചില പാട്ടുകൾ ഇപ്പോൾ
അങ്ങ് പറഞ്ഞല്ലോ അത് ഹഗ് ചെയ്യുന്നൊരു ഫീല് വരുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളൊരു പാട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊരാൾക്ക് ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആള് വിദേശത്തുള്ള ഒരാൾ നമ്മളെ വിളിച്ചിരുന്നു. ആള് പറഞ്ഞൊരു ഇൻസിഡൻ്റാണ്. ആൾ ഭയങ്കര ബിസിനസ് തിരക്കിലൊക്കെ പെട്ട് ഭയങ്കര തിരക്കായി പിടിച്ച് നടക്കുന്ന സമയത്ത് ഈ പാട്ടൊന്ന് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മോളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. കുറേ കാലങ്ങൾക്ക് ശേഷമാണത്. പക്ഷേ ഈ ഹഗ് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മെസ്സേജായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ പാട്ട് അത് മതി, പിന്നെ എത്ര വ്യൂസോ ക്ലിക്കോ ഒന്നും വേണ്ട. മനസ്സിലായി? ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ആ പാട്ടുണ്ടാക്കിയാൽ നമ്മൾ ഹാപ്പിയാണ്. ഈ പാട്ടിൻ്റെ ഒരു 2 വരി കൂടി പാടിത്തരാം. ബാലെ உயிரே வாழ்க உலகம் காண்க ஆரோமல் சிறியாள் ബാലേ നറുമൊഴി നിറയു നീ അകമേ ബാലേ. അൻപിൽ കളിയാടി ഇമ്പം കുഴലൂതി നിറതിങ്കൾ കലപൂക്കും പെൺ പൈതലിന്ന വേറുകൾ. അൻപിൽ കളിയാടി ഇമ്പം കുഴലൂതി നിന്നിൽ ചിറകാർന്നോരുണ്മ തൻ പെൺപാവുകൾ. കച്ചേരി ചെയ്യുന്നുണ്ട്, ലൈവ് ഷോസ് ചെയ്യുന്നുണ്ട്, സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. ഏതാണ് സുദീപേട്ടന് പേഴ്സണലി സന്തോഷം തരുന്നത്? അതൊരു ചോദ്യം. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എല്ലാം വേറെ വേറെ രീതിയിൽ സന്തോഷം തരുന്നതാണ്. ഒബ്വിയസ്ലി കുറേ കാലം അതായത് ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം ഒരു വലിയ കാലം എൻ്റെ ഏറ്റവും കംഫർട്ട് സോൺ സ്റ്റുഡിയോ ആയിരുന്നു. ഒരു സംശയമില്ല. സ്റ്റുഡിയോയിലിരിക്കുന്നു, പാട്ടുണ്ടാക്കുന്നു. ആസ് എ കമ്പോസർ ഒരു പാട്ടിൻ്റെ സൃഷ്ടിയിൽ കിട്ടുന്ന ഒരു ഹൈ ലോകത്ത് വേറെ ഒന്നിനും കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് എപ്പോഴും നമുക്ക് കുറച്ച് പാട്ടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകൾ കേട്ടു തുടങ്ങുമ്പോഴാണല്ലോ ആ പാട്ട് പാടാനുള്ള റിക്വസ്റ്റ് വരിക. അങ്ങനെയാണ് ലൈവിലേക്ക് കിടക്കുന്നത്. അതുവരെ പക്ക കച്ചേരി ഉണ്ടായിരുന്നത്. കച്ചേരിയിൽ എനിക്ക് അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊരു മൈൽ സ്റ്റോൺ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ വളരെ ബിലോ ആവറേജ് കച്ചേരി സിംഗറാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അതിൽ ശ്രമിച്ചിട്ടില്ല, അതാണ് കാരണം. ശ്രമിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ഇതിലേക്ക് വന്നു. കാരണം വളരെയധികം സമയം കൊടുക്കേണ്ട ഒരു മേഖലയാണത്. ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസും ചെയ്യണം. അത് രണ്ടിനും സമയമില്ലാത്തതുകൊണ്ട് അതങ്ങ് വിട്ടു. പിന്നീട് ഈ ലൈവ് ബാൻഡ് പരിപാടിയിലേക്ക് വന്നപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കുറേ കാലം ഈ സ്റ്റുഡിയോയിൽ തന്നെ ഇരുന്നത് കേട്ടിട്ട് പെട്ടെന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കണ്ണിൽ നോക്കാനൊരു മടി. അത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പണ്ട് കലോത്സവത്തിനൊക്കെ പാടിയിരുന്നു വെച്ചാലും പിന്നെ ഒരു വലിയ ബ്രേക്കിന് ശേഷമാണ്. പക്ഷെ ഇപ്പം ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കൊരു പാട്ട് പാടുന്ന സമയത്ത് അത് റിലീസ് ചെയ്ത് അതിൻ്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് യൂട്യൂബിൽ കിട്ടുന്ന കമൻറ്റൊന്നും ഞാൻ നോക്കാറില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പാടിക്കഴിഞ്ഞാൽ ഓൺ സ്പോട്ട് നന്നായ കയ്യടി, മോശമായ കൂക്കൽ, രണ്ടാണെങ്കിലും സ്പോട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു സുഖം, ആളുകളുടെ ആ ഒരു വാംത്തും എല്ലാവരും നമ്മളെ നോക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് ഒരു പലരുടെ മുഖം കാണുമ്പോൾ എനിക്ക് പല സമയത്ത് തോന്നുന്നുണ്ട്. വരുന്ന പ്രോഗ്രാമിന് വരുന്ന സമയത്ത് ഇങ്ങനെ വാടി വരുന്ന ആളുകൾ കഴിയുമ്പോൾ ചിരിച്ചു പോകുന്ന കാണുമ്പോൾ അവർക്ക് ആ കിട്ടുന്ന എനർജി ഭയങ്കരമാണല്ലോ. അതിപ്പോൾ നമ്മുടെ പാട്ടിന്ന് മാത്രമല്ല, ഒരു അന്തരീക്ഷവും ക്രൗഡും ലൈറ്റും സൗണ്ടും എല്ലാം കൂടി വരുമ്പോഴാണല്ലോ. അപ്പോൾ അത് ഞാനിപ്പോൾ എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഭജൻസ് പോപ്പുലർ ആവുന്നുണ്ട്, നന്ദഗോവിന്ദ ഭജൻസ് പോലെ. അപ്പോൾ അത് എങ്ങനെയാണ് സുദീപേട്ട നോക്കിക്കാണുന്നത്? കാരണം ഇപ്പോൾ ഒരുപാട് പേര് അതിന് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസ് ഉണ്ട്, വലിയൊരു ഓഡിയൻസ്. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാലും ഒരു വൈഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലിമിറ്റഡ് അല്ല. ഇപ്പോൾ ക്ഷേത്രകലകൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും പബ്ലിക്കിലേക്ക് വരുന്ന എന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ കഥകളി ഒരു സമയത്ത് ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ക്രൈസിസ് ഉണ്ട്. അതുപോലെ ക്ഷേത്രകലകൾ മൊത്തത്തിലൊരു ക്രൈസിസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഭജൻസ് പോലുള്ള പുതിയ ഒരു മൂവ്മെൻറ്റ് ബാക്കിയുള്ള ക്ഷേത്രകലകളെ കൂടെ അവിടെ നിന്ന് പബ്ലിക്കിലേക്ക് കൊണ്ടുവരും എന്നൊരു പോസിറ്റീവ് സാധനമായിട്ട് ചേട്ടൻ കാണുന്നുണ്ടോ? ആളുകൾക്ക് സന്തോഷവും സമാധാനവും കൊടുക്കുന്ന എല്ലാ മൂവ്മെൻറ്റുകളും നല്ലതാണ്. അത് ഒരു വിപ്ലവാത്മകമായ മൂവ്മെൻറ്റാണ്. കാരണം ഇത്രയും ജനലക്ഷങ്ങൾ മറ്റേ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ പോയി, അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരിക്കലും കണ്ടിട്ടില്ല അല്ലേ. ഇപ്പം അമ്പലത്തിൽ കാലങ്ങളായിട്ട് ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ അവിടുത്തെ പ്രസിദ്ധമായ അമ്പലത്തിനകത്ത് ക്ഷേത്രകല നടക്കുന്നുണ്ട്, പൂരപ്പറമ്പിൽ കൊമേഴ്ഷ്യൽ കലകൾ നടക്കുന്നുണ്ട്. അങ്ങനെ പറയാമോന്നറിയില്ല. എന്തായാലും ഗാനമേള, അടിച്ചുപൊളി പരിപാടികളൊക്കെ പുറത്ത് നടക്കുന്നുണ്ട്. വേറെ ഓഡിയൻസ് അവിടെ ഇപ്പോഴും ആളുകൾ ഉണ്ടാവും. ഇതിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ.
അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകൾക്ക് വേണ്ട സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വരും. ഇത് ആളുകൾക്ക് വേണ്ടാത്തതല്ല, പക്ഷേ ഇത് അതിലേക്ക് എത്താത്തതാണ്. ഇപ്പോൾ നമ്മൾ ഈ കലാരൂപം ആ സ്റ്റേജിൽ നടത്തി നോക്കിയിട്ടില്ലല്ലോ, എന്തുകൊണ്ടത് ഇവിടെ ലിമിറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആളുകൾക്ക് വേണ്ടത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ എന്തായാലും വരും. പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാ സാധനങ്ങൾക്കും മാർക്കറ്റിംഗ് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ആ മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഇപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ കാണായിരുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കാൻ പോലും സ്ഥലമില്ലാണ്ട് നിൽക്കുന്ന ഒരു വലിയ കാര്യമല്ലേ. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ അത് എന്തായാലും അത് ഭജൻസ് എന്നല്ല, എന്ത് കലാരൂപമാണെങ്കിലും ക്രൗഡ് പുള്ളിംഗ് ആണ്, ആളുകളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ വളരെ നല്ല കാര്യം. കരുണ ചെയ്യുവാൻ പാടിയിട്ട് അതിൽ ചേട്ടൻ്റെ ഒരു മേതുര ഭക്തി ഇങ്ങനെ കയറി വരുന്നൊരു വേർഷനുണ്ട്. അത് ഭയങ്കര രസമാണ്. അതൊന്ന് പാടിത്തരാമോ? ആ ഒരു മേതുര ഭക്തി, അജിത ഹരയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ. മേതുര ഭക്തിയുള്ള മാതൃശാം സുഖമെന്യേ, മേതുര ഭക്തിയുള്ള മാതൃശാം സുഖമെന്യേ, വാതമില്ലഹോ ദുഃഖം ബാധിക്കയില്ല നൂനം, യാദവാധിപ നിന്നെ ഹൃദി ചിന്ത നിദാനേന, മോദം മേ വളരുന്നു കരുണ വരണം അരുണ സഹജ കേദന അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നദ. കഥകളി പദങ്ങൾ അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്കിലെ പല കീർത്തനങ്ങൾ, ഇതൊക്കെ നമ്മുടെ മ്യൂസിക് മോജോ പോലുള്ള പ്ലാറ്റ്ഫോമിലേക്കോ അല്ലെങ്കിൽ അത് ഈ ഫ്യൂഷൻ്റെ ഭാഗമായിട്ടോ കൊണ്ടുവരുമ്പോഴത്തേക്കും ആ മൗലികമായിട്ടുള്ളൊരു വർക്കുണ്ടല്ലോ, അതിനൊരു റെസ്പെക്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ അതിനോടൊരു നീതി പുലർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കാര്യമായ പരീക്ഷണങ്ങൾ അതിനകത്ത് വരുത്താതെ ഒരു അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തീരുമാനിച്ചതാണോ, അതോ അല്ലെങ്കിൽ പറഞ്ഞ അതിലേറെ മറ്റ് പരീക്ഷണങ്ങൾ വരുത്താണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് അത് കൊടുക്കാമെന്ന രീതിക്ക് ചെയ്യുന്നതാണോ? ഞാൻ പൊതുവേ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം, ഇപ്പോൾ ഒരു പാട്ട് ഇപ്പോൾ അജിതാഹരെ എടുത്ത് ഉപയോഗിച്ചു. അജിതാഹരെ ഞാൻ പഠിച്ചൊരു രീതിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ കേട്ട് വന്നൊരു രീതിയുണ്ട്. അതാണ് എന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര സംതൃപ്തനാണ്. അപ്പോൾ ഞാൻ ചില സമയത്ത് റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് അതിനെ മാറ്റാൻ ഞാൻ നോക്കാറുണ്ട്. ചില സമയത്ത് അത് മാറ്റി പിടിക്കണോ. അജിതാഹരെ വേണമെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യാം, നമ്മുടെ ചോയ്സാണ്. പക്ഷേ അതിൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള ഞാൻ പഠിച്ച രീതി, എനിക്കത് പല രീതിയിലും പാടുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച ഉണ്ണികൃഷ്ണ കുറുപ്പാശാൻ്റെ രീതി അച്ഛൻ എന്നെ പഠിപ്പിച്ചത്, എൻ്റെ സിസ്റ്ററൊക്കെ പാടുന്നത്, അതിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് മാറിയിട്ടാണ് പാടുന്നത്. എക്സാക്ട്ലി അതുപോലെ പാടാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ആ ഒരു രീതി അതുപോലെ അപ്ലൈ ചെയ്തിട്ട് അതിൽ വേറൊരു സൗണ്ടിങ്ങിലുള്ള ഡിഫറൻസ് കൊണ്ടുവരാനാണ് ആ പാട്ടിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ അത് ഓരോ പാട്ടുകളെ ആശ്രയിച്ചിരിക്കും. ഞാനങ്ങനെ ബോധപൂർവമായിട്ട് അങ്ങനെ ശ്രമം നടത്താറില്ല. എൻ്റെ ഒരു തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കഥകളിക്ക് പാടുകയാണെങ്കിൽ കഥകളിയുടെ എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ കഥകളിയുടെ ആ പഠിച്ച ചിട്ട പാലിച്ച് അവിടെ പാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് എൻ്റെ സ്പേസാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ്റെ സ്പേസാണ്. ആ സ്പേസിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണല്ലോ അതിനെ സ്വതന്ത്ര സംഗീതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതിലെനിക്ക് ഇഷ്ടമുള്ള, ഇപ്പം ഞാൻ എൻ്റെ പറയുന്നില്ല, എന്നെക്കുറിച്ച് തന്നെ ഞാൻ പറയണ്ടല്ലോ, മറ്റ് പാട്ടുകാരുടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഇത്തരം പരീക്ഷണങ്ങളുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്തരം പരീക്ഷണങ്ങളുണ്ട്. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ, സോഷ്യൽ മീഡിയയിലെ വിവാദം വരുന്ന സാധനത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതാണോ എന്നുള്ളതല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ആ കലാകാരൻ്റെ ദൗർബല്യമായിട്ടോ അല്ലെങ്കിൽ ആ കലാകാരൻ്റെ പ്രശ്നമായിട്ട് ഞാൻ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അത് ആസ്വദിക്കാനുള്ള കഴിവ് എനിക്കില്ല. അങ്ങനെ എല്ലാവരും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലെ ഒത്തിരി കുറയും. അതൊരിത്തിരി ടോളറൻസ് ഉണ്ടായാൽ മതി. നമുക്ക് ആ കാര്യം ആസ്വദിക്കാനുള്ള കഴിവ് നമുക്കില്ലാന്ന് വിശ്വസിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ ടേസ്റ്റ് അല്ല അല്ലേ. അപ്പം നമ്മൾ എന്തിനാണ് വെറുതെ നമുക്ക് ചായ ഇഷ്ടമില്ലാത്ത ഒരാളെ ചായ നിർബന്ധിച്ച് കുടിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ മതി. അപ്പം നമ്മളത് വേണ്ടാന്ന് വെക്കുക. അപ്പോൾ അത് അത്ര അതിനെ കണ്ടാൽ മതി. അത്
പാടുന്നവർ അത് പാടട്ടെ, അവരുടെ സ്പേസ്. കലാകാരൻ എന്ന് പറയുന്നത് സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കൂടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരാളാണെന്ന് ചേട്ടൻ്റെ വർക്കുകളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ചിരുത അങ്ങനെ ഒരു വർക്കാണ്, വ്യക്തമായ രാഷ്ട്രീയം അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചേട്ടൻ്റെ പോസ്റ്റുകൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ഇടതുപക്ഷ നിലപാടുള്ള ആളാണ് ചേട്ടന് തോന്നിയിട്ടുണ്ട്. അപ്പം എന്നാൽ ഇതിനകത്ത് തന്നെ നടക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകളെ വിമർശിച്ചും കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ വാളിൽ. അപ്പോൾ ഈ നമ്മളൊരു കലാകാരൻ ആകുമ്പോഴേക്കും നമ്മുടെ സപ്പോർട്ട് വലിയൊരു വിഷയമാണല്ലോ. ഇപ്പോൾ ഒരു വലിയൊരു ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്, അവർ ഇതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അത് നമ്മുടെ ഫാൻ ഫോളോയിങ്ങിനെ ബാധിക്കുക, അങ്ങനെ ഒരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം പറ്റി ചിന്തിക്കാറുണ്ടോ ഈ ഒരു പോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ? അത് 2-3 കാര്യം ഇതിൽ പറയണ്ട. ഒന്നാമത്തെ കാര്യം, നമുക്ക് ചിരുതയിൽ വന്നേക്കണ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ യാദൃശ്ചികമായിട്ട് വന്നത്. നമ്മളങ്ങനെ പൊളിറ്റിക്സ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നത്. ചിരുത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരുതയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു 1.5 ദിവസത്തെ പണിയാണ്. അതിനകത്ത് ഇതിൽ പൊളിറ്റിക്സ് കൊണ്ടുവരണമെന്ന് ആലോചിക്കാനുള്ള സമയം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് വളരെ യാദൃശ്ചികമായിട്ട് അതിൽ വന്നൊരു സാധനമാണ്. അല്ലാണ്ട് നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല കേട്ടോ ചിരുതയുടെ കാര്യത്തിൽ. പക്ഷേ നമ്മൾ അങ്ങനെ വിചാരിച്ച് ചെയ്യുന്ന പ്രൊജക്റ്റുകളുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പേടിയുടെ കാര്യം പറഞ്ഞാൽ, ഒരാളും രാഷ്ട്രീയ പ്രസ്ഥാനം എന്നല്ല, ഒരാളുകളും നമ്മളെ സഹായിക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് അവസരം തരുന്നോ നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോഴാണല്ലോ നമ്മൾ അതിനെ ഭയക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഒരാൾ ഇപ്പം അടുത്തൊരു ഷോ തരും അല്ലെങ്കിൽ ഒരു വർക്ക് തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് ഭയക്കാറുമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ പരിമിതമായ എൻ്റെ അറിവും ഒബ്സർവേഷനും. ഞാൻ ഭയങ്കര വായനയുള്ള ആളൊന്നുമല്ല. ഇപ്പോൾ പത്രം എന്നും വായിക്കും, ന്യൂസ് ചാനലുകൾ കാണും, പിന്നെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും രംഗത്തുള്ള കുറേ ആളുകളായിട്ട് പരിചയമുള്ളതുകൊണ്ട് അവരോട് സംസാരിക്കും. ഇത്തരം ഈ 3 സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് എനിക്കുള്ളത്. അതിൽ തന്നെ ചിലത് ഞാൻ മറന്നു പോകും. അപ്പോൾ ആ പരിമിതമായ അറിവിൽ വെച്ച് നമ്മൾ ഒരു സൊസൈറ്റി നോക്കി കാണുമ്പോൾ എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന കാര്യം ഞാൻ എഴുതും. അത് എനിക്ക് ചില കാര്യങ്ങളിൽ ഇപ്പോൾ അതിൽ പാർട്ടിയൊന്നും നോക്കിയിട്ടില്ല. ഇടതുപക്ഷം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു പക്ഷം തന്നെയാണ്. ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറയില്ലേ, അതുപോലെ അത് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. അതിലൊന്നും ഒരു സംശയമില്ല. പൊളിറ്റിക്കലി അത് വളരെ ക്ലിയറാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ചില വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്നത്, അത് നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ മാതിരി പരിമിതമായ അറിവിന് അത് ശരിയല്ല തോന്നുമ്പോൾ നമ്മൾ അതും എഴുതും. അത്രേ ഉള്ളൂ. അത് ഒരിക്കലും ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരു പോസ്റ്റും വ്യക്തിപരമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെയൊന്നും എഴുതാറില്ല. ചില കാര്യങ്ങൾ നമുക്ക് കാണുന്ന സമയത്ത് അത് റിയാക്ട് ചെയ്യണം തോന്നും, ചില സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് പ്രയോജനമില്ല തോന്നും, അപ്പം മിണ്ടില്ല. പല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒരു ദിവസം മുഴുവൻ ഇരുന്ന് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്താൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം അത് ചിലത് തോന്നും. പണ്ടൊക്കെ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് ഒരു ഫേസ്ബുക്കിനെ ഫ്രസ്ട്രേഷൻ ബുക്കായിട്ട് കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് അന്നൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്ത് വന്നാലും അതിൽ ഇടപെടുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിന് ഉപയോഗിക്കുന്ന സമയം കൂടി പാട്ടുണ്ടാക്കാൻ ഉപയോഗിക്കാൻ തിരിച്ചറിഞ്ഞു. സൈബർ അറ്റാക്കിനെ ഒന്നും ഭയക്കുന്നില്ല. സൈബർ അറ്റാക്ക് ഒന്നും നമ്മളുടെ പാട്ട് പോലെ ആളുകൾ കേൾക്കാൻ സമയമില്ല, പിന്നെ ആരും സൈബർ അറ്റാക്ക് ചെയ്യാൻ വരുന്നു ഒന്നും പ്രശ്നമില്ല. ബാല്യം ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഇപ്പോൾ നിലവിൽ. പല രാജ്യങ്ങളിൽ നമ്മൾ പുറത്ത് രാജ്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അവിടെ മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഫിലിം മ്യൂസിക് താഴെയാണ്, അവിടെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കാണ് മുകളിൽ. അതാണ് അവരുടെ പ്രധാനപ്പെട്ട മേജർ ഇൻഡസ്ട്രി. അവിടുത്തെ ആർട്ടിസ്റ്റിനാണ് കൂടുതൽ ഈ റെക്കഗ്നീഷനും ഫാൻ ഫോളോയിങ്ങും ഒക്കെ ഉള്ളത്. കേരളത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്ര കാലം കൊണ്ട് വരാൻ സാധ്യതയുണ്ട്? അല്ലെങ്കിൽ ഫ്യൂച്ചർ, കേരളത്തിലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഫ്യൂച്ചർ എത്രമാത്രം ബ്രൈറ്റാണ് ചേട്ടനുണ്ട്? കേരളത്തിൽ മാറ്റം വന്നു തുടങ്ങിയല്ലോ, നല്ല വ്യത്യാസം വന്നു തുടങ്ങി. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് വലിയ വലിയ മ്യൂസിക് ലേബലുകളും കമ്പനികളും ഓരോ പുതിയ പാട്ടുകാർക്ക് വരെ പാട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തു തുടങ്ങി. ഇപ്പോൾ ഒരു ഗായകനും അല്ലെങ്കിൽ ഒരു കലാകാരനും കമ്പോസർക്കും ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിനും സിനിമയിൽ പോയി പ്രൂവ് ചെയ്തൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് പണിത് യൂട്യൂബിലോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഏജൻസ് വരെ ഉണ്ട്, നമുക്ക് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വളരെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ലേബൽസ് വരെ പുതിയ പാട്ടുകാരുടെ നിന്ന് ട്രാക്ക് ബൈ ചെയ്യാനും അവർക്ക് അർഹിക്കുന്ന പൈസ കൊടുക്കാനൊക്കെ ആളുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ദേ ആർ ഇൻട്രസ്റ്റഡ് എന്നല്ലേ കാണിക്കുന്നത്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇൻട്രസ്റ്റഡ് ആണ്. മ്യൂസിക്കിനൊരു സെപ്പറേറ്റ് ഇൻഡസ്ട്രി വന്നു തുടങ്ങി ഇപ്പോൾ. അത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞേ, നമ്മുടെ ശരിക്കും ഞാനെപ്പോഴും പറയും, ഇപ്പം ജോബാണെങ്കിലും ഹരീഷേട്ടനാണെങ്കിലും അങ്ങനെ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് അവരൊക്കെ കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ 2 ഇൻ്റർവ്യൂവിൽ പറയുന്നത് പോലല്ല, ഇങ്ങനെ പല സ്ഥലത്തും പോയി പറഞ്ഞ് അങ്ങനെ ഒരു വളരെ കാലമെടുത്തിട്ടുള്ളൊരു വിപ്ലവാത്മകമായ നീക്കത്തിനൊടുവിലാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത് കുറേ ആളുകൾ അതിൻ്റെ ഗുണം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് മ്യൂസിക് മോജോ അതിന് വലിയൊരു കാരണമാണ്. അങ്ങനെ ഒരുപാട് ഞാൻ പറയാം കുറേ ഭാഗത്തുനിന്ന് ഒരേപോലെ ചിന്തിക്കുന്ന ആളുകൾ ഒന്നിച്ച് പരിശ്രമിച്ചുകൊണ്ടായിരിക്കും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് ഇപ്പോൾ. 2026 പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്താണ്?
2026 ഒരു മ്യൂസിക് സീരീസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഐ മീൻ ഒരു തീം വെച്ചിട്ടൊരു 3-4 പാട്ടുകൾ, 3-4 ഇൻഡിപെൻഡൻറ്റ് സോങ്ങുകളുടെ ഒരു തീം വെച്ചിട്ടൊരു സീരീസ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അതിങ്ങനെ ഏറെക്കുറെ ചർച്ചയിലാണ്. അത് ചിലപ്പോൾ ഓക്കെ ആണെങ്കിൽ ഉടനെ തുടങ്ങും. സ്വാതി തിരുനാളിൻ്റെ കുറച്ച് കോമ്പോസിഷൻസ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വെബ് സീരീസ് മ്യൂസിക് ചെയ്യുന്നുണ്ട്. ഒരു സിനിമ ഇങ്ങനെ ചർച്ചയിലാണ്. ഈ കമേഴ്ഷ്യൽ സിനിമയോട് ഈ സൂഫി സുജാത കഴിഞ്ഞിട്ട് അതൊരു വേണ്ടാന്ന് തീരുമാനിച്ചാണ് സ്വന്തം സംഗീതത്തിൽ നിൽക്കാൻ? വേണ്ട തീരുമാനിച്ചിട്ടില്ല. നല്ല സൗഹൃദമുള്ള ആളുകൾ വരുമ്പോൾ ചെയ്യും. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പോയി ചോദിക്കുക, അവസരം ചോദിക്കുക, അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യട്ടെ എന്ന് ചോദിക്കില്ല. ആ പരിപാടി ഇല്ല. കാര്യം കിട്ടുമെന്ന് ചോദിക്കാനാ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം, കുറച്ച് പണ്ട് എന്ത് കിട്ടിയാലും ചെയ്യാന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ മ്യൂസിക്കലി എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകൾ വരികയാണെങ്കിൽ ചെയ്യാം. പിന്നെ നോ എന്ന് പറയാൻ പഠിച്ചു. കുറേ പ്രൊജക്റ്റുകൾ വന്നപ്പോൾ ഇല്ല, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടു. അതുകൊണ്ട് കമേഴ്ഷ്യൽ പ്രൊജക്റ്റ് സിനിമകൾ അങ്ങനെ വന്നപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് ചെയ്യാനൊരു ആഗ്രഹം തോന്നാത്ത പ്രൊജക്റ്റുകളാവുന്നതൊക്കെ. അപ്പോൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഈ സൂഫി സുജാതയിലെ ഈ പാട്ട് അൽഹംദുലില്ലാ അതിലേക്ക് വന്നപ്പോൾ തന്നെ ഈ അമൃത സുരേഷിൻ്റെ ശബ്ദം അതിൽ ഭയങ്കര യുണീക്കായിട്ട് തോന്നി. അതായത് നമ്മൾ മുൻപ് പുള്ളിക്കാരുടെ റിയാലിറ്റി ഷോയിലെ വോയിസ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഒരു വ്യത്യാസമുള്ളതായിട്ട് തോന്നി. പലരും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ശ്രേയാ ഘോഷാൽ പീക്ക് ടൈമിൽ ശ്രേയാ ഘോഷാലിൻ്റെ ശബ്ദം പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഈ അമൃത സുരേഷിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ പാട്ടിൽ കൂടി? ആക്ച്വലി ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഞാൻ ആ പാട്ട് ഫസ്റ്റ് കമ്പോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ വേറെ സിംഗറായിരുന്നു. ഞാനൊരു ബേസ് വോക്കലിൽ ആ ഫീമെയിൽ സൗണ്ട് ട്രീറ്റ് ചെയ്തിട്ട് അത് ആക്ച്വലി ഒരു ഫീമെയിൽ സോളോ ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. അതിനകത്ത് മെയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി അതിൽ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് മാത്രം നിൽക്കുക, ഒരു പ്യുവർ ഫീമെയിൽ സോളോ. അതിനകത്ത് വളരെ ബേസ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ബോംബെ ജയശ്രീയുടെയൊക്കെ പോലുള്ള ഒരു സൗണ്ട് ബേസ് ആയിട്ടുള്ളൊരു സോങ് ആയിട്ടാണ് ഫസ്റ്റ് അത് കൺസീവ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ അതിങ്ങനെ മാറി ഡിസ്കഷൻ വന്ന് ഓരോ വേർഷൻ സബ്മിറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ അമൃത ഇന്നാവുന്നതും. അമൃതയ്ക്കാണെങ്കിൽ ആ ബേസിൽ റേഞ്ചിൽ പാടാൻ പറ്റാത്തതുകൊണ്ട് അമൃത അതിൻ്റെ ഹൈ പാടി വെച്ചു. അങ്ങനെ എനിക്ക് തോന്നുന്നു അമൃത ഒരു 3 തവണ 4 തവണയായിട്ട് ആ പാട്ട് പാടിയിട്ടുണ്ട് പല സ്റ്റുഡിയോകളായിട്ട്. അങ്ങനെ ഏറ്റവും 4ാമത്തെ പാടിയതും 3ാമത്തെ പാടിയതുമായിട്ടാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. അങ്ങനെ അത് വളരെ ഹൈ പിച്ചിലുള്ളൊരു ഫീമെയിൽ സോങ് അതിൽ ഫൈനലൈസ് ചെയ്യുന്നു. അപ്പോഴാണ് വിജയ് ചേട്ടനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ വിജയ് ചേട്ടൻ പറഞ്ഞാൽ അതിനകത്ത് അങ്ങനെയാണെന്ന് ഇത് വളരെ കുറച്ച് ലെങ്ത് ഉള്ളൂ, കുറച്ചും കൂടി ലെങ്ത് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ സോങ് ആയിട്ട് അത് റിലീസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു ഭാഗം കൂടി ആയിട്ട് നീ അങ്ങ് പാടിക്കുമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറെ ആരെ കൊണ്ടെങ്കിലും പാടി, അല്ല നീ അങ്ങ് പാടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് സിംഗറായി വരുന്നതും മറ്റേ ഫസ്റ്റത്തെ അൽഹംദുലില്ലാ ഓതുന്നു പ്രണന വരിയൊക്കെ വരുന്നത്. മറ്റേതാ പടിവാതിലോളം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അൽഹംദുലില്ലാ എന്നുള്ള ഫസ്റ്റത്തെ അത് കഴിഞ്ഞാൽ പിന്നെ ആ വരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ പിന്നെ വന്നതാണ്. അത് എനിക്ക് തോന്നുന്നു പടം പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് അതൊക്കെ പ്ലാൻ ആവുന്നത്. അങ്ങനെയാണ് അതൊരു ഡ്യുവറ്റ് സോങ് ആയി മാറുന്നതും അമൃതയുടെ ഹൈപ്പിച്ച് വരുന്നത്. നമുക്ക് ആ പാട്ടോടെ പാടി നിർത്താം. ഷുവർ. അൽഹംദുലില്ലാ ഓതുന്നു പ്രാണൻ ഈ ജന്മസൂനം നീ തന്ന ദാനം മണ്ണോടു മണ്ണായി ചേരും വരെ നിൻ സംഗീതമേ ഞാൻ ധൂമങ്ങളായേ പാറുന്നിതാ ഞാൻ ഉന്മാദമേ നീ നൂറുള്ള 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 Thank you so much, Eda. Yes, thank you very much. Thanks for your time. Thank you.